അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, നമസ്കാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ അതിനെപ്പറ്റി ഒരല്പം. ആദ്യമായി നിയ്യത്ത് മനസ്സിൽ കരുതുക. ഏത് നമസ്കാരമാണ് നമസ്കരിക്കുന്നത്? ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ട് പിന്നെ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തുന്ന, രണ്ട് കൈകൾ ഉയർത്തുന്ന ഈ രൂപം 4 തവണയാണ് നമസ്കാരത്തിൽ വരിക. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാമിലാണ് ഈ കൈ ഉയർത്തൽ. പിന്നെ റുക്കൂവിലേക്ക് പോകുമ്പോഴാണ് കൈ ഉയർത്തുക. അതുപോലെ തന്നെ റുക്കൂവിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് കൈ ഉയർത്തുക. പിന്നെ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴാണ് കൈ ഉയർത്തുക. ഇങ്ങനെ 4 തവണ ഇങ്ങനെ രണ്ട് കൈകൾ ഇങ്ങനെ നിവർത്തി നേരെ വെക്കണം. ഖിബ്ലക്ക് നേരെ ഇങ്ങനെ അകറ്റി വെക്കാൻ പാടില്ല, ഇങ്ങനെ കൂട്ടി വെക്കണം. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നെഞ്ചത്ത് കൈവെക്കുകയും ഇടത് കൈമേൽ വലത് കൈവച്ചുകൊണ്ട് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുക. അങ്ങനെ പിന്നെ ദുആഉൽ ഇസ്തിഫ്താഹും, അതായത് വജ്ജഹ്തു വജിയോ, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബൻ, അങ്ങനെയുള്ള മറ്റുള്ള ദുആകളൊക്കെ ചൊല്ലാം. പിന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഏതെങ്കിലും സൂറത്ത് ഓതുക. അതിനുശേഷം കൈ ഉയർത്തുക, റുക്കൂവിലേക്ക് പോവുകയാണ്. റുക്കൂവിലേക്ക് പോകുമ്പോൾ രണ്ട് കൈകൾ കാൽമുട്ടിൽ ഇങ്ങനെ വെക്കുകയും അതിങ്ങനെ അമർത്തി പിടിക്കുകയും വേണം. കൈവിരലുകളെ അകറ്റുകയും ഇങ്ങനെ പിടിക്കുകയും ചെയ്യുക. പിന്നെ റുക്കൂവിലേക്ക് പോയപ്പോൾ സുജൂദിൻ്റെ കുറച്ച് താഴെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കറിയുന്ന ദുആ ചൊല്ലുക. പിന്നെ മുതുകും തലയും നേരെയാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുതുകിൻ്റെ മുകളിൽ എന്തെങ്കിലും വെള്ളം ഗ്ലാസ് വെച്ചിരുന്നെങ്കിൽ അത് വീഴാത്ത രൂപത്തിലുള്ള നിവർത്തി വെച്ചിരുന്നു, നേരെയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു റുക്കൂവിൻ്റെ രൂപത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം 3 പ്രാവശ്യം ചൊല്ലുക. അതിനുശേഷം റുക്കൂവിൽ നിന്ന് എഴുന്നേൽക്കുക. ഇങ്ങനെ രണ്ട് കൈകളിങ്ങനെ നിവർത്തി വെച്ചുകൊണ്ട് റബ്ബനാ ലക്കൽ ഹംദ്, കൈകൾ താഴ്ത്തുക. അല്ലെങ്കിൽ കൈകൾ ഇങ്ങനെ നേരത്തെ ഖിയാമിൽ നിന്നതുപോലെ കൈകൾ വെക്കുക. അതിനുശേഷം ഇവിടെ ദുആ ചൊല്ലുക. റബ്ബന വലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ എന്ന് സ്ഥിരപ്പെട്ട ദുആകൾ ചൊല്ലുക. അതിനുശേഷം സുജൂദിലേക്കാണ് നമുക്ക് പോകേണ്ടത്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട് രണ്ട് കൈകൾ നിലത്ത് വെക്കുക. പിന്നീട് കാൽമുട്ടുകൾ, പിന്നെ നെറ്റിത്തടവും മൂക്കിൻ തുമ്പും വെച്ചുകൊണ്ട് കാലുകൾ രണ്ട് കാലുകൾ അടുപ്പിക്കുക. ഇതാണ് സുജൂദിൻ്റെ രൂപം. 7 അവയവങ്ങൾ കൊണ്ടാണ് സുജൂദ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നമുക്ക് കൂടുതൽ ദുആകൾ വർദ്ധിപ്പിക്കാവുന്നതാണ്. സുബ്ഹാന റബ്ബിയൽ ആല എന്നത് നമ്മൾ 3 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ പിന്നെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട് ഇടത് കാല് വിരിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ മേൽ ഇരിക്കുകയും പിന്നെ വലത് കാല് നിവർത്തി വെക്കുകയും ചെയ്യുക. എന്നിട്ട് ഈ സമയത്തും സുജൂദിലേക്ക് നോക്കുക. ഈ സന്ദർഭത്തിൽ റബ്ബിഗ്ഫിർലി എന്നത് ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലുക. പിന്നെ മറ്റുള്ള ദുആകളും സ്ഥിരപ്പെട്ട ദുആകൾ ചൊല്ലുക. റബ്ബിഗ്ഫിർലി വർഹംനി എന്നുള്ള ദുആകളും ചൊല്ലുക. അപ്പോൾ വീണ്ടും സുജൂദിലേക്ക് പോവാണ്. അല്ലാഹു അക്ബർ ചൊല്ലിക്കൊണ്ട് വീണ്ടും സുജൂദിലേക്ക് പോവാണ്. രണ്ട് കാലുകളെ അടുപ്പിച്ച് വെച്ചുകൊണ്ട് വിരലുകളെ ഖിബ്ലക്ക് നേരെ അമർത്തി വെക്കുകയും ചെയ്യുക. പിന്നെ ഈ അവസ്ഥയിലും കൂടുതൽ ദുആകൾ ചൊല്ലുക. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി എന്നതും ചൊല്ലാവുന്നതാണ്. ഇവിടെയാണ് നമുക്ക് സുജൂദ് പൂർണ്ണമാകുന്നത്. പിന്നെ അടുത്ത റക്അത്തിലേക്ക് കയറുന്നതിന് മുമ്പായി ഒരൽപ്പം ഇരിക്കുകയും എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക. പിന്നെ രണ്ടാമത്തെ റക്അത്തിൽ ഇങ്ങനെ ഒരൽപ്പം ഇരിക്കുകയും മൂന്നാമത്തെ റക്അത്തിലേക്ക് പിന്നെ എഴുന്നേൽക്കുമ്പോൾ കൈ ഉയർത്തി അല്ലാഹു അക്ബർ ചൊല്ലുക. അവസാനത്തെ തശഹുദിലേക്ക് ഇരിക്കുമ്പോൾ ഈ ഇരുത്തമല്ല ഇരിക്കേണ്ടത് തവറുക്കിൻ്റെ ഇരുത്തമാണ്. അത് മൂന്നാമത്തെ റക്അത്താണെങ്കിൽ മാത്രമാണ്.
എല്ലാ രണ്ട് റക്കാത്തുകൾക്കും ഇരിക്കേണ്ടത് അത് അവസാന റക്കാത്താണെങ്കിലും ശരി ഇങ്ങനെയാണ്. ഇതിന് ഇഫ്തിറാഷിൻ്റെ ഇരുത്തെന്നാണ് പറയാം. എന്നാൽ 3 റക്കാത്തോ 4 റക്കാത്തോ ഉള്ള അവസാന റക്കാത്താണെങ്കിൽ അത് ഇങ്ങനെ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കുക, നിലത്ത് ചന്തി തട്ടിച്ചുകൊണ്ട് ഇരിക്കുക, വലത് കാല് നിവർത്തി വെച്ചുകൊണ്ട് ഇരിക്കലാണ്. ഈ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ചൂണ്ടുവിരലിലേക്ക് നോക്കുകയായിരുന്നു. ഇത് അല്പം ഇങ്ങനെ ചലിപ്പിക്കുകയും ചെയ്യുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണ്. ഈ സന്ദർഭത്തിൽ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ സുജൂദിൻ്റെ സ്ഥാനത്തേക്കല്ല വിരലിലേക്കാണ് നോക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ ഇരുത്തത്തിൽ ചൊല്ലേണ്ടത് അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലവാത്തു ത്വയ്യിബാത്ത് എന്നുള്ള ദുആയാണ്. അവസാനം ആ ദുആകളൊക്കെ ചൊല്ലിയതിന് ശേഷം നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് കവിൾത്തടം പിന്നിലുള്ളവർക്ക് കാണുന്ന രൂപത്തിലായിരിക്കണം. പിന്നെ ഇടത് ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, കവിൾത്തടം പിന്നിലുള്ളവർക്ക് കാണുന്ന രൂപത്തിലായിരിക്കണം. ഇതോടുകൂടി നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിക്കൊണ്ട് നമസ്കരിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ച് നമസ്കരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വബില്ലാഹി തൗഫീഖ്.